ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാനില കേക്കും വൈറ്റ് ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല, ഒരുപാട് പേര് നെഗറ്റീവ് പോലെയുള്ള കമൻസുകൾ ഇടുന്നത് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേര് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, റേറ്റ് ആയാലും. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റും വാനില കേക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, വാനില കേക്കിൽ നോർമലി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കേക്കുകളിൽ ചോക്ലേറ്റോ ചെറീസോ ഒന്നും ഇടാറില്ല. പക്ഷേ ഞാൻ മുന്നേ തൊട്ട് സെയിൽ ചെയ്യുന്നത് ചെറീസ് ഇട്ടിട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിൻ്റെയും റേറ്റ് നല്ല രീതിയിൽ കയറിയ സമയത്ത് ഞാനിപ്പോൾ ചെറീസ് വാങ്ങിക്കാറില്ല. ഞാൻ മുന്നേ ചെറീസ് 1 കിലോൻ്റെ ഫുൾ പാക്കറ്റൊക്കെ ആയിട്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നല്ല റേറ്റ് ഉണ്ട്. ഒരു 250 ഗ്രാം തന്നെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെറീസ് വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. ഡെക്കറേഷന് പോലും ചെറീസ് വാങ്ങിച്ച് വെക്കാറില്ല. ഈ ഒരു കേക്ക് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 1/2 kg 2 വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു 1 kg ഒരു വാനില കേക്കും പിന്നെ ഒരു 1.5 kg ചോക്ലേറ്റ് കേക്കും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4 കേക്കായിരുന്നു എനിക്കിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം ഫില്ലിങ്സ് ആണ് ഇടുന്നതെന്നുള്ള ആരും നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന വാനില കേക്കിൽ ഒന്നും ഇടാറില്ല കേട്ടോ. ഒരു ചോക്ലേറ്റ് ആവട്ടെ അല്ലെന്നെങ്കിൽ ചെറീസ് ആണെങ്കിലോ ഒന്നും ഇടാറില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഞാൻ കൊടുത്ത സമയത്ത് ചെറീസായിരുന്നു ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റേറ്റിൻ്റെയൊക്കെ വ്യത്യാസം വന്നുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വൈറ്റ് ഫോറസ്റ്റിലും ബ്ലാക്ക് ഫോറസ്റ്റിലും ഒന്നും ചോക്ലേറ്റ് ഇടാറില്ല. പക്ഷേ അതിന് പകരമായിട്ട് പക്ഷേ റിച്ചായിട്ട് തന്നെയാണ് ഈ പറയുന്ന ചോക്ലേറ്റ് ആയാലും മിൽക്ക് മെയ്ഡ് ആയാലും ഒക്കെ കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം സ്കിപ്പായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേക്കിന് ഒട്ടും ടേസ്റ്റ് കുറയുന്നില്ല. ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ റൗണ്ട് കേക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും 1/2 kg വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഫില്ലിങ്സ് ഇപ്പോൾ ഞാൻ ഒരുപാടായിട്ട് കാണിക്കുന്നില്ല, കാരണം ആദ്യമേ കാണിച്ച അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കും ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒന്നിച്ച് ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ബേക്കിംഗ് എല്ലാം ഫസ്റ്റ് തന്നെ കഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്നിച്ചിട്ടാണ് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് തന്നെ ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ട്. ആ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ കോട്ടിങ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കേക്ക് വാനില കേക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കണം, ഞാനിടുന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്സും ഈ കാണിക്കുന്ന ഫില്ലിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആദ്യത്തിൽ നല്ല റിച്ചായിട്ടാണ് നമ്മൾ ചോക്ലേറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാനില കേക്കിൽ നമ്മൾ അത്രത്തോളം ഇടാറില്ല കേട്ടോ. ഇതാണ് വാനില കേക്കും വൈറ്റ് ഫോറസ്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് കമൻറ്റ് കണ്ടു ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്റർ ഏതാണെന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഐബെല്ലിൻ്റെ സ്റ്റാൻഡ് ബീറ്ററാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. സ്റ്റാൻഡ് ബീറ്റർ മാത്രമല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാൻഡ് ബീറ്ററും ഓവനും ഒക്കെ ഐബെല്ലിൻ്റെ തന്നെയാണ്. ഞാൻ വേറൊരു ബ്രാൻഡ് ഇതുവരെയും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഐബെല്ലിൻ്റെ തന്നെ വാങ്ങിക്കുന്നത്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഹാൻഡ് ബീറ്ററിനും പ്രശ്നമില്ല, സ്റ്റാൻഡ് ബീറ്ററിനും പ്രശ്നമില്ല, ഓവനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാം അടിപൊളി നല്ല പക്കയാണ്. പക്ഷേ റേറ്റ് മാത്രം എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ, കുറേ നാളായതുകൊണ്ടാണ്. ബാറ്ററൊക്കെ 3.5 കിലോ വരെ ഞാൻ ഒന്നിച്ചിട്ട് അതിൽ ബേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രീമാണെന്നുണ്ടെങ്കിലും ഒരു പാക്കറ്റ് പിന്നെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തായിട്ടുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനി എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് അത് അയച്ചതെന്ന് എനിക്കറിയില്ല. ഇത്രയും റിച്ചായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കേക്ക് നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടു. അത് എന്ത് മീനിങ്ങിലാണ്, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
എങ്ങനെ പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസിൽ കാണിക്കാറുണ്ട്, ചോക്ലേറ്റൊക്കെ മെല്ലോൻ്റെ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസുകൾ വാങ്ങിക്കുന്നത് 2 ഷോപ്പിൽ നിന്നാണ്. ഒന്ന് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള പരവൂരുള്ള സാഫ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, പിന്നെ പാരിപ്പള്ളിയിലുള്ള ഫെയറി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ 2 ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഈ 2 ഷോപ്പും കേക്ക് മെറ്റീരിയൽ ഷോപ്പാണ്. അവിടെ എന്തായാലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെ കാണുള്ളൂ. പിന്നെ കളേഴ്സ് ആണെങ്കിലും മാജിക്കിൻ്റെ കളറാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നോർമലി നമ്മൾ ഷോപ്പിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വാങ്ങിക്കാറുള്ളതും. അതുകൊണ്ട് പിന്നെ നമ്മൾ റിച്ച് ആയിട്ട് ഇത്ര ഇടുന്നു എന്നുള്ളത് അത് നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ മുന്നെയൊക്കെ കേക്കുകൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് ഒന്നും ഇല്ല കേട്ടോ. ഈ ഇടയ്ക്ക് എൻ്റെ ഇപ്പോഴത്തെ അല്ല, മുന്നത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസായിട്ട് പുള്ളിക്കാരൻ ഷോപ്പിൽ നിന്ന് മേടിച്ച് കേക്ക് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് ഒരു ഫില്ലിങ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എന്തുമാത്രം ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു കേക്കുകൾ സെയിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കേക്കിൽ അത്യാവശ്യം നല്ല ഫില്ലിങ്സ് കൊടുത്ത് കേക്കുകൾ ചെയ്യുന്നത്. വാനില കേക്കിലാണെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഫില്ലിങ്സ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കേക്ക് ഞാൻ ചെയ്യുന്നത് 1.5 kg വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. 2 ടയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെക്കറേഷനൊക്കെ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ കോട്ടിങ്ങോ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കേക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും വലിയൊരു ടാസ്ക്കാണ് ക്ലീനിങ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരുപാട് ഓർഡേഴ്സുകൾ ഒന്നിച്ച് വരുന്ന സമയത്ത് എല്ലാം ക്രം കോട്ടിങ് ഒന്നിച്ച് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ക്രം കോട്ടിങ് കഴിയുമ്പോഴാണ് ഒരുപാട് ക്ലീനിങ് കൂടുതലായിട്ട് വരുന്നത്. കാരണം ആ ഒരു ടോപ്പിൽ മുഴുവനായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ആയാലും ഷുഗർ സിറപ്പിൻ്റെ ആയാലും മിൽക്ക് മെയ്ഡൊക്കെ ആയിട്ട് ഒരുപാട് ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെയുള്ള ഫൈനൽ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കേക്കിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.